ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇക്ക വീട്ടിലുള്ളപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ബിരിയാണി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വികാരമാണല്ലേ. ബിരിയാണി എത്ര കിട്ടിയാലും നമ്മൾ കഴിക്കും. അത് ഇപ്പോൾ ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിലും മട്ടൺ ആണെന്നുണ്ടെങ്കിലും ബീഫ് ആണെന്നുണ്ടെങ്കിലും ഫിഷ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും വീട്ടിലും ഫിഷ് ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കാറ്. വല്ലപ്പോഴുമാണ് ചിക്കൻ ബിരിയാണിയും പിന്നെ മറ്റുള്ള ബീഫും മട്ടനും ഒക്കെ യൂസ് ചെയ്യാറ്. കാരണം ചിക്കക്ക് വലിയ താല്പര്യമില്ല ഈ ബീഫും മട്ടനും ഒക്കെ. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർത്തു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. വീക്കെൻഡ് അല്ലേ, അപ്പോൾ വീക്കെൻഡ്സിൽ ഒക്കെയാണ് അടുക്കളയിൽ കയറാറ്, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ നല്ല വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കിയിട്ട് ഒരു സൂപ്പർ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് ഞങ്ങളിന്ന് വിചാരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനായിരുന്നതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്ക് മീനിൽ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കാനായിട്ട് ഇഷ്ടമുള്ളത് ചെമ്മീൻ, അതുപോലെ തന്നെ ചെറിയ ഒഴുവയില്ലേ, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല, നമ്മുടെ നാട്ടിൽ ഒഴുവ എന്നാണ് പറയുന്നത്, ചെറിയ കുഞ്ഞു മീൻ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ക്ലീൻ ചെയ്യാൻ. പിന്നെ വലിയ വലിയ മീനുകളൊന്നും വെട്ടി എനിക്ക് വലിയ പരിചയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലുലുവിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ നിന്നാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്ത് തരാൻ പറയും. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാനായിട്ടും വെട്ടാനും ബുദ്ധിമുട്ട് വരില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും, നമുക്ക് കറി വെക്കുകയും ചെയ്യാം. എനിക്കിതിനകത്ത് പേടിയുള്ളത് ഈ ചെമ്മീൻ്റെ മുള്ളാണ് കേട്ടോ. 2-3 തവണ ഞാനിതുപോലെ ഇതിന് മുന്നേ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ കയറി ആകെ ഒരു ചെറിയൊരു വേദനയൊക്കെ തോന്നി. അങ്ങനെ നന്നായിട്ട് കയറിയിട്ടില്ല എങ്കിൽ പോലും ഒരു പേടിയാണത് ചെയ്യുമ്പോഴത്തേക്ക്, എങ്ങാനും കയ്യിൽ പറ്റുമോ എന്നുള്ളൊരു പേടി. ഈ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇക്കയുടെ സ്വന്തമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇക്ക എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. യൂട്യൂബിലൊക്കെ കുറേ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഇക്ക ബിരിയാണി മാത്രം ഉണ്ടാക്കുന്നത് ഇക്കയുടെ സ്പെഷ്യൽ ഒരു സ്റ്റൈലും ഇൻഗ്രീഡിയൻസും വേയും ഒക്കെയാണ്. വേറെ അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഇഷ്ടം പോലെ ഉണ്ട്, നല്ല 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 റെസിപ്പീസ് ഉണ്ട്. പക്ഷേ അതൊന്നും റെഫറൻസ് വെക്കാതെ ഇക്ക തന്നെ ഇക്കയുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. നമുക്ക് വല്ലാത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കറിയത്തില്ല അതെങ്ങനെ നിങ്ങളെ പറഞ്ഞറിയിക്കണ്ടേ എന്നുള്ളത്. ഇക്ക കുക്ക് ചെയ്യാൻ കയറുമ്പോഴത്തേക്കും ഞാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് കൊടുക്കുക. എല്ലാ സാധനങ്ങളും ആക്കി വെച്ച് കൊടുക്കും, ഇക്ക കുക്ക് ചെയ്യും. പക്ഷേ കൂട്ടത്തിൽ തന്നെ കാണും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നാലും ഒരു വീക്കെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിരിയാണി അല്ലെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ്, ഇറച്ചിച്ചോറ് അങ്ങനെ മസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കാമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് തന്നെ തോന്നി അതൊരു ഒരു ഹെൽത്ത് വൈസ് നോക്കുമ്പോഴത്തേക്കും അതൊരു നല്ല പ്രാക്ടീസ് അല്ലാത്തതുപോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആകാൻ തുടങ്ങി. കുറച്ച് ഫുഡ്സിലൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെയുള്ള കൊളസ്ട്രോളൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഫുഡ്സ് കൂടുതലും ഒഴിവാക്കുകയാണ് ചെയ്യാറ്. പിന്നെ കൊതി തോന്നുമ്പോഴത്തേക്കും മനുഷ്യരല്ലേ, നമുക്ക് നമ്മൾ ഡയറ്റിലാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും നമുക്ക് കൊതി തോന്നുന്ന സാധനം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ഇത്തിരി കൊതിക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ കൊതി തോന്നുന്ന സാധനങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കും. കൂടുതലും പുറത്തുനിന്ന് കഴിപ്പ് തീരെ കുറവാണ്. വീട്ടിൽ തന്നെ നമുക്ക് എന്ത് കൊതിയുണ്ടോ എന്ത് സാധനമാണോ നമ്മളത് ഉണ്ടാക്കി കഴിക്കുകയാണ് പതിവ്. സവോള അരിയുമ്പോൾ എപ്പോഴും ഞാനിതുപോലെ വെള്ളത്തിലാക്കിയിടും. അരിയുമ്പോഴത്തേക്കും വലിയൊരു ബുദ്ധിമുട്ട് വരത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ നീറി ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ സവോള അരിയുമ്പോഴത്തേക്കും ഭയങ്കര വലുപ്പത്തിലാകുമെന്ന് പറഞ്ഞിട്ട് ഇക്ക അത് സ്ലൈസായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുമ്പോഴത്തേക്ക് കുറച്ച് വലുപ്പം കൂടും ആ ഒരു സ്ലൈസിന് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളതൊരു 10-15 മിനിറ്റ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ പുതിന ഒക്കെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ അടുപ്പത്ത് നമ്മൾ പാൻ വെച്ചിട്ട് ഓയിൽ, അതിപ്പോൾ നമുക്ക് എന്ത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം, വെളിച്ചെണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഒലീവ് ഓയിലോ പിന്നെ അല്ലാണ്ടുള്ള ഏത് സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനുണ്ടല്ലോ
അപ്പോൾ ആ ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീനകത്ത് നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പം വെള്ളം ഇറങ്ങി എല്ലാം കഴിഞ്ഞ് കുറച്ചൊന്ന് ഡ്രൈ ആയി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഒരു കറക്റ്റ് മൂപ്പ്. പക്ഷെ ഓവർ കുക്ക്ഡ് ആക്കി കഴിഞ്ഞാൽ റബ്ബർ പോലെ ആകും ഇത്. ഇങ്ങനത്തെ എന്ത് സാധനം ഉണ്ടാക്കാൻ കയറിയാലും അത് പൊരിച്ച് കോരി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ 2-3 പീസൊക്കെ ഞാൻ എടുത്തങ്ങ് കഴിക്കും. അപ്പോൾ എനിക്കെന്താണെന്ന് അറിയത്തില്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. വീട്ടിലാണെന്നുണ്ടെങ്കിലും ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലാണെന്നുണ്ടെങ്കിലും രണ്ടിടത്തും ഇതുപോലെ അമ്മമാരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. എന്നിട്ട് എന്താക്കും, ഇങ്ങനത്തെ എന്തെങ്കിലും ചിക്കന് അല്ലെന്നുണ്ടെങ്കിൽ മീൻ, അപ്പോൾ ആ ചൂടോടുകൂടി കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അത് ഓർത്തിട്ട് എന്താക്കും, ആ പൊരിച്ച് കോരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്താക്കും 1-2 പീസൊക്കെ എടുത്ത് കഴിക്കും. അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ് കേട്ടോ. ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ കയറി കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് അവസ്ഥ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഹസ്ബൻഡ് എന്താ പറയുക വീക്കെൻഡിലൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തരാറുണ്ടോ? അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അവർ നമുക്ക് എന്താ പറയുക കെയർ ചെയ്യുക, ഒരു ഇറ്റ്സ് എ ലവ് സൈൻ. ലൈക്ക് അവർ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെയെന്ന് പറയുന്നത് അവരുടെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കുക. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്, അവർ നമ്മുടെ ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വല്ലപ്പോഴും അവരുടെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കൊതി വരുന്നു, എടുത്ത് കഴിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രൈ ചെയ്ത സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവോളയൊക്കെ വഴറ്റുന്നത്. എന്നാലേ ഉള്ള ആ ഒരു ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇത് പൊരിച്ച് കോഴി മാറ്റിയിട്ട് ആ സെയിം പാനിൽ തന്നെ സവോള നമ്മൾ എന്താ പറയുക ഇടാനായിട്ട് നിൽക്കല്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പൊരിഞ്ഞതിൻ്റെ കുറേ കരി ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഓൾവേസ് എന്താ പറയുക ആ ഒരു എണ്ണ അതിൽ നിന്ന് മാറ്റുക, ദെൻ ആ തരിയെല്ലാം കൂടെ കളയുക. അപ്പം ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ആ പൊടിയും തരിയും ഒന്നും വരത്തില്ല. സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം വരുന്നത് കരിയുടെ ഒരു ടേസ്റ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വലിയൊരു പാത്രം വേണം. അരിയും ഈ ഒരു ചെമ്മീനും എല്ലാം കൂടെ കിടക്കാനായിട്ട് അത്യാവശ്യം ഇളക്കാനൊക്കെ പാകമുള്ള ഒത്തിരി വലുപ്പമുള്ള പാത്രം എടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ എണ്ണ ഇതാക്കി എടുക്കണം. കണ്ടോ, അതിനകത്ത് കുറേ തരികൾ നിങ്ങൾക്ക് കാണാം. ആ തരികൾ യൂസ് ചെയ്യരുത് കേട്ടോ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്പ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരുമാതിരി കരിഞ്ഞ ചൊവയൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് സ്ലൈസ് ആയിട്ടുള്ള ഓണിയൻസ് ഇട്ട് കൊടുക്കണം. ഇതിനകത്തിപ്പം നമുക്ക് എണ്ണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള ഓണിയൻസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം. മറ്റേ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ നൂറായില്ലേ, അവൾക്കൊരു രക്ഷയില്ല. ഈ മണം അടിച്ചിട്ട് ചെമ്മീനൊക്കെ പൊരിക്കുന്ന മണം അങ്ങോട്ട് അടിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ വാതുക്കെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്, തുറന്നതായോ എന്നും പറഞ്ഞിട്ട്. നമ്മൾ കിച്ചണെല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് പൊതുവേ നിൽക്കാറ്. കാരണം വെച്ചാൽ ഈ പൂച്ചകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർലിക്ക്, ഒണിയന് അതൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അതുങ്ങൾക്കത് പോയിസൺ ആകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അടുക്കളയിലേക്ക് അങ്ങനെ കയറ്റാറില്ല അവളെ. അപ്പോഴത്തേക്കും അവൾ എന്തെടുക്കുകയെന്ന് നോക്കാനായിട്ട് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ കുറേ നേരം ഇവിടെ നിന്ന് കരഞ്ഞിട്ട് അങ്ങോട്ട് മാറിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു കൊട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൊട്ടയുടെ മുകളിൽ കയറി, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ കൊട്ടയുടെ മുകളിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തുറന്നല്ലോ, മണക്കുന്ന കണ്ട, എന്താണ് സംഭവം എന്നുള്ളതാണ്. എനിക്കിത്തിരി ചെമ്മീൻ തരുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ എനിക്കിത്തിരി ചെമ്മീൻ കൊടുക്കണം എന്നുണ്ട്. പക്ഷേ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവക്കും എനിക്കിട്ടും പണിയാവുന്നത് കൊണ്ട് നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാറില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും കൂട്ടത്തിൽ വന്നിരിക്കും കേട്ടോ. ഇടിയപ്പം, പിന്നെ പത്തിരി, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എന്താ പറയുക, പുള്ളിക്കാരിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. കുറച്ചൊക്കെ കഴിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിലൊന്നും കൊടുക്കാറില്ല. അത് വെറ്റ് ഫുഡും ഡ്രൈ ഫുഡും തന്നെയാണ് കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡും ജസ്റ്റ് ഒന്ന്, അതുപോലെ തന്നെ ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചായ കുടിക്കുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലിക്ക് ചെയ്യാനായിട്ട് കൊടുക്കും, ഒരു കൊതിക്ക്. അപ്പോൾ ഇത് ബിരിയാണിയുടെ ഇന്ത്യ ഗേറ്റ് അരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ ഓൾറെഡി എന്താ പറയുക ആയിട്ടുണ്ട്, നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കുറച്ചുകൂടെ ആ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് ആ മസാലയായിട്ട് മിക്സായി നന്നായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്.
ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിന ഇലയും കൂടെ ജസ്റ്റ് നമ്മൾ മറന്നുപോയി, മാറ്റി അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് അത് ആഡ് ചെയ്യാനായിട്ട് നമ്മളങ്ങ് വിട്ടുപോയി. അപ്പോൾ രണ്ടാമത് നമ്മളത് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. മല്ലിപ്പൊടി ശകലം ഉപയോഗിക്കാം, പക്ഷേ കൂടരുത്. അപ്പം അത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഗരം മസാല ശകലം ഒരു ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ വലിയ ഒരുപാട് മസാലാസൊന്നും നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു എന്താ പറയുക, നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, ഒരു ചൂടുവെള്ളം ഇല്ലേ, ചൂടുവെള്ളം ഗ്രേവി പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ചോറിനകത്തോട്ട് ആഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആയി പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്രേവി പോലെ ഇരിക്കാനായിട്ട് ഇത്തിരി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു സെമി ഗ്രേവി ടൈപ്പാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ശകലം എന്താ പറയുക, അത് കേട് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ശകലം യൂസ് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഓപ്ഷണലാണ്, നമ്മൾ ബിരിയാണിക്ക് സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഇത് പിന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയല്ലോ. ഈ ചെടിയുടെ പേരാണ് രമ്പേല. ഇത് ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഇക്കയുടെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മസാലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇല ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറാണ്. ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ രമ്പേല എന്നാണ് പറയുന്നത്. അരി വേവിക്കുമ്പോൾ കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇപ്പം വലിയ സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, സാധാരണ ഗ്രാമ്പൂ പട്ട അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് എന്താ പറയുക, മല്ലിയില, പുതിന ഇല, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ മസാല, ഗരം മസാല, പിന്നെ കുറച്ച് പഞ്ചസാര, ഇത്രയും കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഒരു 90% ഒക്കെ അരി വെന്താൽ മതിയാകും. ബാക്കി പിന്നെ ദമ്മിടുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. പിന്നെ നമ്മുടെ മസാലയും ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എന്താ പറയുക മിക്സാക്കി നല്ല തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരി ഊറ്റുക, വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് സെറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ബിരിയാണിയുടെ പരിപാടി. സെറ്റ് ചെയ്യുന്നതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതെങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം, ഓപ്ഷണൽ കേസുകളാണെല്ലാം. എനിക്ക് ബിരിയാണിയിൽ ഈ കിസ്മിസും കാഷ്യൂനട്ടും ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല. പക്ഷേ എന്താ പറയുക, അതല്ലാതെ കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം കേട്ടോ. അപ്പോൾ ഇവിടെ മസാലയ്ക്കകത്തോട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ദെൻ അടുത്ത ലെയറിൽ നമ്മൾ കുറച്ച് പാലിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഗാർണിഷ് ചെയ്യാൻ വെച്ച ഐറ്റം കൂടി ഇട്ട് കഴിഞ്ഞാൽ റെഡിയായി. പിന്നെ ഒരു ശകലം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. അടച്ച് വെക്കുക. പിന്നെ സിമ്മിൽ കുറച്ചൊരു 5 minutes ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ബിരിയാണി റെഡിയായി. പിന്നെ ഇക്കാക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഗാർണിഷ് ചെയ്യുന്നത് ലൈക്ക് ഈ കാഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നത് ഇഷ്ടമാണ്. അപ്പം അതിന് പകരം കാഷ്യൂനട്ടിന് പകരം നമുക്ക് മുന്തിരി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നെയ്യിൽ പൊരിച്ചു കോരി അതിലിടാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതലും താല്പര്യം ഇത് രണ്ടും ഇല്ലാത്ത ബിരിയാണിയാണ്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കി ലാസ്റ്റത്തെ സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ചു നോക്കണം, അങ്ങനൊരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇക്ക എന്താക്കും, അത് കറക്റ്റ് രീതിയിൽ ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ദമ്മിട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിർത്തും. നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ഇക്കൊക്കെ കറക്റ്റ് രീതിയിൽ കഴിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് പക്ഷേ എന്താ പറയുക, ആ ഉണ്ടാക്കിയ ഉടനെ ശകലം എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ലാസ്റ്റത്തെ സ്റ്റേജാണ് ഈ നെയ്യെന്ന് പറയുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുക. കൂടുതലാവരുത്, ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് ഒരുപാട് ആകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നൂറായ്ക്ക് അപ്പം ഫുഡ് കൊടുക്കണം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം അവൾക്കും ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പം ആദ്യമേ അവൾക്ക് ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാറ് പൊതുവേ. അപ്പോൾ അവളും ഫുഡ് കഴിക്കുന്നു, ഞങ്ങളും ഫുഡ് കഴിക്കുന്നു. അപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മസ്റ്റാണ് എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ഡ്രിങ്ക് കുടിക്കുന്നത്. അപ്പോൾ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു. വയറൊന്ന് ഒതുങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐറ്റം വേണം. അപ്പോൾ ഇക്കാക്ക് നിർബന്ധമാണിത് കേട്ടോ, എനിക്കത്ര നിർബന്ധമല്ല.